പിന്നെ ഈ രണ്ട് സുന്ദരികളായ നടികൾ നമ്മുടെ കൂടെ വന്നിട്ടുണ്ട്. ഇവർ രണ്ടുപേരുടെയും സൗന്ദര്യത്തിൻ്റെ രഹസ്യം ഇന്ന് വെളിയായി. കാരണം അവരുപയോഗിക്കുന്ന എല്ലാ സൗന്ദര്യവർദ്ധക വസ്തുക്കളും ഒരു സ്ഥലത്തുണ്ടാക്കുന്നതാണെന്ന് ഇപ്പോൾ നമുക്ക് മനസ്സിലായോ. ഡോക്ടർ മഞ്ജു വാസുദേവൻ്റെ ഒരു സംരംഭമാണ് ഈ രണ്ട് സുന്ദരികളെ ഇവിടെ സുന്ദരികളായി നിലനിർത്തിക്കൊണ്ടുപോകുന്നത്. വേണേ നിങ്ങളിൽ സൗന്ദര്യം കൂടുതലുള്ളവർക്ക് ഉപയോഗിക്കാതിരിക്കാം. അപ്പോൾ അത് എന്നെ സംബന്ധിച്ചിടത്തോളം ഇതുപോലെ തന്നെ നമ്മുടെ ലോകത്തിപ്പോൾ ഈ കൺസ്യൂമർ, അതായത് ഉപഭോക്താക്കൾക്ക് ഏറ്റവും താല്പര്യം ബ്രാൻഡുകളോടാണ്. എന്ത് ബ്രാൻഡായാലും വേണ്ടില്ല, അറിയപ്പെടുന്ന ഒരു ബ്രാൻഡ് വേണം. അപ്പോൾ എല്ലാ ബിസിനസ്സിനും എല്ലാ പ്രോഡക്റ്റിനും ആദ്യം സാധാരണ ചെയ്യുന്ന ബ്രാൻഡ് ഡെവലപ്മെൻറ്റാണ്. ഈ കാട് കയറി ജീവിതം നടത്തുന്ന ഡോക്ടർ മഞ്ജുവിന് ഒരു ബ്രാൻഡ് ഉണ്ടാക്കാൻ താല്പര്യം ഉണ്ടാവുമായിരിക്കും അല്ലേ? ബ്രാൻഡ് ഉണ്ടോ ഇപ്പോൾ? ഫോറസ്റ്റ് പോസ്റ്റ് കൊള്ളാം. എന്നുവെച്ചാൽ എന്ത് പറയുമായിരിക്കും? കാട്ടീന്ന്. ഓക്കെ, നല്ല ബ്രാൻഡാണ്, നല്ല പേരാണ്. ഇതിങ്ങനെ വരട്ടെ. ഈ സുന്ദരികളുടെ മുഴുവൻ വർധനയ്ക്കുള്ള ഏറ്റവും വലിയ ഇതിൻ്റെ സക്സസ് നമ്മുടെ മുമ്പിൽ തന്നെ ഇരിപ്പുണ്ട്. രണ്ടുപേര് ഇവർക്ക് സൗന്ദര്യമില്ലെന്നൊന്നും പറഞ്ഞാൽ ഇവിടെ ജീവിക്കാൻ പറ്റില്ല. അതുകൊണ്ട് മരുന്ന് ഫലിച്ചു എന്ന് തന്നെ നമുക്ക് വിശ്വസിക്കാം. കാരണം അങ്ങനെയാണ്. ഓവി കൈയടിക്കുന്നുണ്ട് കേട്ടോ. ചില ആൾക്കാർ ഇത് കേട്ട് കൈയടിക്കുന്നുണ്ട്. വാങ്ങിച്ചുകൊണ്ട് പോയി വീട്ടിൽ കൊടുത്താൽ വീട്ടിൽ കുറച്ച് വഴക്കൊഴിവാക്കാം. പക്ഷേ ഇത് ആദിവാസി വിഭാഗങ്ങൾക്ക് ലോക വിപണി ഉണ്ടാക്കിയിട്ടുണ്ടല്ലേ? വേൾഡ് മാർക്കറ്റുണ്ട്. വെരി ഗുഡ്, ഓൾ ദ ബെസ്റ്റ്. ഒന്നാവട്ടെ. കുറച്ച് ചെറിയ കാര്യങ്ങളൊക്കെ നമുക്കൊക്കെ തരാം. പുരുഷന്മാർക്ക് എന്തെങ്കിലും ഉപയോഗിക്കാൻ പറ്റുമെങ്കിൽ നമുക്ക് കുറച്ച് സൗന്ദര്യമൊക്കെ വരട്ടെ അല്ലേ? തന്നിട്ടുണ്ട്. ഞാൻ നോക്കട്ടെ രക്ഷപ്പെടാൻ പറ്റുമോ. അത് മാത്രമല്ല, അതിലുമൊക്കെ ഉണ്ടല്ലോ ഒരു ഹ്യൂമനിസം ഉണ്ട് എല്ലായിടത്തും. നമ്മളത് മനസ്സിലാക്കണം. വെറുതെ ഒരു ബിസിനസ് 4 കാശുണ്ടാക്കാൻ വേണ്ടി ഇറങ്ങിയ ആൾക്കാരല്ല ഇവരാരും. ഇതിനകത്തൊക്കെ ഒരു മനുഷ്യത്വമുണ്ട്. അതാണ് നമ്മളെ ഏറ്റവും കൂടുതൽ ആകർഷിക്കുന്നത്. ഈ കാട്ടിൽ നടക്കുന്ന ഗോത്രവർഗ്ഗക്കാരെ വെളിച്ചത്ത് കൊണ്ടുവരികയും അവരുടെ ടാലൻറ്റിനും കഴിവിനുമൊക്കെ അവരുടെ ജോലിക്കുമൊക്കെ ഒരു അർത്ഥമുണ്ടാക്കുക. അവർക്കും ജീവിതത്തിൽ ആഗ്രഹങ്ങളും അഭിലാഷങ്ങളുമുണ്ട്. അതിനെ പ്രോത്സാഹിപ്പിക്കുക, അവർക്കതിനൊരു അർത്ഥമുണ്ടാക്കുക എന്ന് പറയുന്നത് കൂടെ ഇതിൻ്റെ കൂട്ടമുണ്ട്. അതാണ് ശരിക്കും എനിക്ക് തോന്നുന്നത് ഇതിൻ്റെ ഏറ്റവും വലിയ വിജയവും സന്തോഷവും. I think you enjoy that pleasure.